ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗ്രേഡ് 7-ലെ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ 4th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതിന് മുന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം സൊല്യൂഷൻ വീഡിയോസ് നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങളെല്ലാവരും അത് കാണണേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വിച്ച് ഈസ് ഗ്രേറ്റർ 2/7 ഓഫ് 3/4 ഓർ 3/5 ഓഫ് 5/8. ഇതിലേതാണ് ഗ്രേറ്റർ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിനായിട്ട് ആദ്യം നമ്മൾ 2/7 3/4 ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ എഴുതണം. അത് കഴിഞ്ഞിട്ട് 3/5 5/8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആൻസറും എഴുതണം. ആ രണ്ട് ആൻസറുകൾ തമ്മിൽ കമ്പയർ ചെയ്യണം നമ്മൾ. അപ്പോഴാണ് നമുക്ക് ഇതിലേതാണ് ഗ്രേറ്റർ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്ത് നോക്കാം. 2/7 ഇൻറ്റു 3/4. ഇതിൽ നമുക്ക് 2ഉം 4ഉം കൂടെ ഒന്ന് കട്ട് ചെയ്യാം. 2ൽ 2 1 ടൈം, 4ൽ 2 2 times. 1 into 3 is 3 and 7 into 2 is 14. ഇനി നമുക്ക് 3/5 into 5/8 നോക്കാം. ഇവിടെ 5ഉം 5ഉം കട്ട് ചെയ്യാൻ നമുക്ക് 3/8 എന്ന ആൻസർ കിട്ടുന്നു. 3/14 and 3/8 ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് ആൻസറുകൾ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം വിച്ച് ഈസ് ഗ്രേറ്റർ എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. അതിനായിട്ട് 14ൻ്റെയും 8ൻ്റെയും LCM കാണാം. 7 4. ഇനി 4 ആയിട്ട് 7 1. ഇനി 7 1 1. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 4 is 8. 8 into 7 is 56. അപ്പോൾ ഇതിൻ്റെ LCM 56 ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിനോമിനേറ്ററുകൾ 56 ആക്കണം. അതിനായിട്ട് നമുക്ക് 3/14 into 4 into 4 ചെയ്യാം ഇവിടെ. അപ്പോൾ 3 into 4 is 12/56 എന്ന് കിട്ടും. അടുത്തത് 3/8 ആണ്. 8 into 7 is 56. അപ്പോൾ ഇവിടെ 7 ആയിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 7 is 21/8 into 7 is 56. ഇനി ഇതിൽ രണ്ടിലും ഏതാണ് വലുതെന്ന് നമുക്ക് നോക്കാം. 12/56 and 21/56. 12/56 ആണോ 21/56 ആണോ, ഏതാണ് ഗ്രേറ്റർ നമ്പർ? 21/56 ആണ് അല്ലേ. അപ്പോൾ 21/56 ഈസ് ഗ്രേറ്റർ ദാൻ 12/56 എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ ഫൈനലി നമ്മൾ എങ്ങനെ എഴുതണം? ഈ 21/56 നമ്മൾ 3/5 ഓഫ് 5/8 ചെയ്തപ്പോഴാണല്ലോ കിട്ടിയത്. അപ്പോൾ അതാണല്ലോ ഗ്രേറ്റർ നമ്പർ. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ ഇങ്ങനെ എഴുതാം. ഹെൻസ് 3/5 ഓഫ് 5/8 ഈസ് ഗ്രേറ്റർ ദാൻ 2/7 ഓഫ് 3/4. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്തതെന്ന്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ 1/2 ഓഫ് 6/7 ഓർ 2/3 ഓഫ് 3/7. അപ്പോൾ 1/2 ഇൻറ്റു 6/7 ആദ്യം ചെയ്യാം. 2ഉം 6ഉം കട്ട് ചെയ്യാം നമുക്ക്. 2ൽ 2 1 ടൈം, 6ൽ 2 3 times. 1 into 3 is 3. 1 into 7 is 7. അതുപോലെ തന്നെ 2/3 ഇൻറ്റു 3/7 ചെയ്യാം. 3ഉം 3ഉം കട്ട് ചെയ്യാം. 2/7 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 3/7 ആൻഡ് 2/7 ആണ്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രേറ്റർ എന്ന് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. 3/7 ആണ്. 3/7 ഈസ് ഗ്രേറ്റർ ദാൻ 2/7. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഹെൻസ് 1/2 ഓഫ് 6/7 ഈസ് ഗ്രേറ്റർ ദാൻ 2/3 ഓഫ് 3/7. കൂട്ടുകാരെല്ലാവർക്കും മനസ്സിലായല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെക്കുറിച്ചൊന്ന് പറയണേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.